രാജാതിരാജാജ പ്രസക്യതാജിനേ നമോ ഭജം. ഇത് നമ്മുടെ കർണാടക മുഖ്യമന്ത്രി ശിവകുമാറാണ്. അദ്ദേഹം ഏതോ അമ്പലത്തിൽ പോയിട്ട് എന്തോ വിളക്ക് കൊളുത്തുവോ പൂജ ചെയ്യണ ഒരു ഷോർട്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് കമന്ററി ഒന്നും കാണാനില്ലല്ലോ അതിനകത്ത്. എവിടെയാണ് എന്താണ് സാർ? അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റെടുത്ത് തൻ്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓഫീസിൽ നടന്ന പൂജയാണ് ഈ കാണുന്നത്. ആ പൂജ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വിളക്കൊക്കെ കൊളുത്തി ദൈവത്തിൻ്റെ ഭഗവാന്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അവർ പൂജാരി നിന്ന് പൂജ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു. അതിനുശേഷം കസേരയൊക്കെ തൊട്ട് തൊഴുത് അതിലൊക്കെ ആരതി ഒഴിഞ്ഞതിന് ശേഷം തിലകമൊക്കെ ചാർത്തിയാണ് അവിടെ ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല രസകരമായിട്ടുള്ള ഒരിതുണ്ട്. അല്ലാ പടച്ചോനെ, എന്താ നമ്മളീ കാണുന്നത്? ഒരു മതേതര ശരീഅത്ത്, മതേതര ഭരണഘടന നിലനിൽക്കുന്ന ഈ നാട്ടിൽ മതേതര ജനം തിരഞ്ഞെടുത്ത മതേതര പാർട്ടിയായ കോൺഗ്രസിൻ്റെ നേതാവ് ഹിന്ദു മതത്തിൻ്റെ ആചാരം പിന്തുടരുകയോ അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. പലർക്കും ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കർണാടകയിൽ DK ശിവകുമാർ ഗണഗീതം പാടിയ, ഇല്ലെങ്കിൽ സംഘപ്രാർത്ഥന നിയമസഭയിൽ പാടിയ ആളാണ്. സാറിന് അത് ഓർമ്മയുണ്ടായിരിക്കും. സാറിന് എന്ത് തോന്നുന്നു സാർ? അല്ല, അത് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ദേഷ്യം വന്നിട്ട് അദ്ദേഹം മാപ്പ് പറയുകയൊക്കെ ചെയ്തു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാള് വന്ദേമാതരം പാടിയപ്പോഴും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. വന്ദേമാതരത്തിന് അദ്ദേഹം ഫുള്ളായിട്ട് വന്ദേമാതരം അവിടെ പ്ലേ ചെയ്തു സത്യപ്രതിജ്ഞ ചടങ്ങിനൊക്കെ. അപ്പോൾ ഇത് ഈ കോൺഗ്രസ്സിന് കാര്യം മതേതരത്വം എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവരും ഉള്ളിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരുടേതായ മതത്തിനോട് പ്രത്യേകിച്ച് ഒരു ആഭിമുഖ്യമുണ്ട്. അവരത് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അവരെ പള്ളിയിൽ പോയി പള്ളിയിൽ അച്ഛൻ്റെ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ച് കഴിഞ്ഞിട്ടോ പിന്നെ നെറിയാൽ വെള്ളമൊക്കെ തിളപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ക്രിസ്ത്യാനികൾക്കാണ്. മുമ്പ് മുസ്ലിങ്ങൾ CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ ദിവസം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 1 മാസം 2 മാസമൊക്കെ മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നിട്ടാണ് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് വന്നത് മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു വെള്ള തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഒന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പം അത് ഈ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ. ഹൈന്ദവത എങ്ങും പറയാൻ പാടില്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി ശങ്കരാചാര്യരുടെ കാല് തൊട്ട് നമസ്കരിക്കുക, അതല്ലെങ്കിൽ അമൃതാനന്ദമയുടെ കാല് തൊട്ട് നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതേതരത്വം അതോടുകൂടി അപകടത്തിലായെന്ന് പറഞ്ഞു വരുത്തുവരും. ഇവർ പോയിട്ട് മറ്റേ മുല്ലാക്കേൻ്റെയും പിന്നെ ഉസ്താദിൻ്റെ അല്ലെങ്കിൽ മുക്രിയുടെയൊക്കെ കയ്യുമ്മ പിടിച്ച് മുത്തോടേണ്ടതും, അല്ലെങ്കിൽ ഈ തിരുമേനിമാരുണ്ടല്ലോ സോ കോൾഡ് അനോഫിലിസ് ക്യൂലിക്സ് തിരുമേനിയുടെ ഒക്കെ കൈ മുത്തണേനൊന്നും ഒരു കുഴപ്പമില്ല അവർക്ക്. അപ്പോൾ ഇത് ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതാണ്. ഹിന്ദുക്കളെ ഒരു കാലത്തും അവർ അമ്പലത്തിൽ പോകുന്നതോ അവരുടെ മത അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതിലോ അവർ സമ്മതിക്കില്ല. ക്രൈസ്തവരും മുസ്ലിംസും സമ്മതിക്കില്ല. ഇപ്പോൾ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ മീറ്റിംഗ് ഒരു ദിവസം വിളിച്ചു കൂട്ടി. ചീഫ് ജസ്റ്റിസ് ദത്തു ആയിരുന്ന സമയത്ത് ഞായറാഴ്ചയായിരുന്നു. ഉടനെ തന്നെ ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു ജഡ്ജ് സുപ്രീം കോടതി ജഡ്ജ് അയാൾ പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ ക്രിസ്ത്യാനിയാ, ഞാൻ ഞായറാഴ്ച വരില്ല. എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഇന്ത്യൻ ആർമിയിൽ ക്രിസ്ത്യൻ സോൾജിയേഴ്സ് ഉണ്ട്, പട്ടാളക്കാരുണ്ട്. അവരൊന്നും ഞായറാഴ്ച ദിവസം വെടിവെക്കാൻ പോവില്ല. അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളക്കാരനുണ്ടായിരുന്നു, ഒരു ഓഫീസർ ഗുരുദ്വാരയിൽ ഡ്യൂട്ടി കൊടുത്തു, ചെയ്യാൻ പറ്റില്ല എന്നുള്ള പിരിച്ചു വിട്ടു, കോടതിയെ ശരിയെ വെച്ചു. ഇത് മതേതര ഇന്ത്യയാണ്. നമ്മളിവിടെ ഒരുപാട് ഡ്യൂട്ടി കൊടുക്കുക. ചിലപ്പോൾ ഗുരുദ്വാരയിലായിരിക്കും, ചിലപ്പോൾ യൂണിറ്റ് മന്ദിറിലായിരിക്കും, ചിലപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റേഷൻ ഇതിലായിരിക്കും എന്താ മസ്ജിദ് ആയിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ പള്ളി എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാ മിലിറ്ററി സ്റ്റേഷനകത്ത് എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അതെല്ലാം അതിനെല്ലാം ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷേ നമ്മുടെ സാംസ്കാരികമായി നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ് ആത്യന്തികമായ ഇതിൻ്റെ ശക്തി. ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് പാർലമെൻറ്റിൽ സമ്മേളനം നടക്കുകയാണ്. പ്രസിഡന്റ് ഈ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുമല്ലോ. ഈ ആദ്യത്തെ ചടങ്ങിൽ ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിലും ഒരു പുതിയ മന്ത്രിസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിലും പ്രസിഡന്റ് ഇരുസഭകളെയും അഡ്രസ്സ് ചെയ്യും. അപ്പോൾ അതിന് നന്ദി പ്രമേയ ചർച്ച നടക്കുമ്പോൾ ഒരു മാർക്സിസ്റ്റ് MP ഉണ്ടായിരുന്നു ലോക്സഭയിൽ,
അയാളുടെ പേരെന്താ മുഹമ്മദ് സലീം ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ബംഗാളിയാണ്. അയാൾ പറഞ്ഞു ഈ ഗവൺമെൻറ്റിന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ എന്താ പറയണ യോഗ്യതയില്ല. ഇവിടെ നിങ്ങളുടെ ധനകാര്യമന്ത്രി, ഇവിടുത്തെ രാജ്യരക്ഷാ മന്ത്രി, ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യത്തെ 800 വർഷത്തിനിടയിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് ഒരു ഹിന്ദുവിനെ പ്രധാനമന്ത്രിയായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞു. ഒരു ഹിന്ദു ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ലോകത്തെ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഹിന്ദു ആവാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേ ഹിന്ദു മതം പ്രചരിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ പ്രസംഗിച്ചു. രാജ്നാഥ് സിംഗ് ആണ് ആഭ്യന്തരമന്ത്രി. അത് എഴുന്നേറ്റിട്ട് പറഞ്ഞു, നോ യു ആർ വാട്ട് യു ആർ ടോക്കിംഗ് ഈസ് നോൺ സെൻസ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു മാസികയിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ മാസികയ്ക്ക് ഇൻ്റർവ്യൂവിനും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറഞ്ഞു. പിന്നെ അയാൾ മുസ്ലിം ആയതായിട്ട് മാപ്പ് പറയണം. അവർക്ക് എന്തോ ആവാമല്ലോ, പാർലമെൻറ്റിന് അകത്താണെങ്കിലും പുറത്താണെങ്കിലും എന്തു വേണമെങ്കിലും ആവാമല്ലോ. അപ്പോൾ അവസാനം അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഏതൊരു ഔട്ട്ലുക്ക് എന്നിട്ട് പറഞ്ഞ മാസികയല്ലേ, അന്നത്തെ അശോക് സിംഗാൾ എന്നിട്ട് പറഞ്ഞ VHPയുടെ നേതാവ് ആണ് ഇത് പറഞ്ഞത്. ഇന്ത്യക്ക് ആദ്യമായിട്ട് 800 വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു ഹൈന്ദവ പ്രധാനമന്ത്രിയെ കിട്ടിയെന്നുള്ളത്. ഉള്ള സത്യം അദ്ദേഹം പറഞ്ഞ് 800 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ രാജ്യത്തിന് കിട്ടണം. അത് പറയേണ്ട കാര്യം തന്നെയല്ലേ. ഇപ്പോൾ എന്താ ജോസഫ് വിജയ് ആദ്യത്തെ ക്രൈസ്തവ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിലെ, അല്ലേ? അപ്പം ഇപ്പൊ കർണാടകത്തിൽ ഇപ്പൊ ക്രൈസ്തവ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയില്ല അയാൾ ക്രൈസ്തവ മുഖ്യമന്ത്രി. അത് തെറ്റാണോ? അത് ഭരണഘടനയ്ക്കെതിരാണോ? അത് മതേതരത്വത്തിനെതിരാണോ? അപ്പം നമ്മുടെ കുഴപ്പം ഇവിടെ ഈ ഹിന്ദുക്കൾക്ക് ഒന്നും പറയാൻ പാടില്ല. എല്ലാം കേട്ട് ആട്ടും തുപ്പും കൊണ്ട് സഹിച്ചോളാം. നമ്മളിവിടെ 3rd ഗ്രേഡ് സിറ്റിസൺസ് ആണെന്നാണ് അവരുടെ ധാരണ. അപ്പം അതിൻ്റെ മറ്റൊരു തെളിവാണ് ശിവകുമാറിനെ പറ്റി. ഇപ്പോൾ ശിവകുമാർ അങ്ങനെ ചെയ്തതിന് അയാളെ വിളിച്ച് ചോദ്യം ചെയ്യാനായിട്ടുള്ള അധികാരം ഇവർക്കേ ഉള്ളൂ. ആർക്കാ? സോണിയാഗാന്ധിക്ക്, ആ കുടുംബത്തിനേ ഉള്ളൂ. ഈ മല്ലികാർജുൻ ഖാർഗെയും മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. അയാളും ഇതുപോലെ പൂജയും കൂടോത്രവും മന്ത്രവാദവും ആവാഹനവും ഒക്കെ ചെയ്തിട്ടാണ് അയാളുടെ കസേരയിൽ വന്നിരുന്നതേ. ഇവര് പുറത്ത് ഇത് മതേതരത്വം എന്ന് പറയുന്നത്, നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് എന്താണ്, പബ്ലിക് കൺസംഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഗോപാലപുരത്ത് കരുണാനിധി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകാറുണ്ട്. വീട്ടിൻ്റെ അവിടെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പത്രക്കാരോട് സംസാരിക്കുമല്ലോ പ്രധാനപ്പെട്ട ഒക്കേഷൻസിൽ. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു, ഏഷ്യാനെറ്റിലെ ക്യാമറാമാൻ ഉണ്ടായിരുന്നു, കാർത്തിക് എന്നുണ്ട്. അപ്പോൾ കാർത്തിക് എൻ്റെ അടുത്ത് പറഞ്ഞു, കുമാർ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. എന്ത് ചെയ്യണം? നോക്ക്, അത് എന്നിട്ടല്ലേ എന്ത്. ഞാൻ നോക്കി നിൽക്കുക. കരുണാനിധി വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇയാളുടെ ഈ വീടിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് ഒരു വേണുഗോപാല ക്ഷേത്രമുണ്ട്. ഓക്കെ, ഇയാൾ നിരീശ്വരവാദിയാണ്. ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ മറ്റേ ഷാൾ ഇട്ടിട്ടില്ലേ, മഞ്ഞ ഷാൾ ഇട്ടിട്ടാണ് പുറത്തിറങ്ങുക. അത് കൈ പിടിച്ചിട്ട് അവിടെ നോക്കിയിട്ട് കൃഷ്ണ രക്ഷിക്കണമെന്ന് അയാൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാ വരുള്ളൂ. അയാളെ പറ്റി വേറെ പല കാര്യങ്ങളുണ്ട്, പുറത്തു പറയാൻ കൊള്ളില്ല. ഈ അസ്ട്രോളജി ബേസിലുള്ള എന്താ പറയണേ, 18 വയസ്സായ പെൺകുട്ടീനെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, ഹിയർസ് മാസികകളിലും പത്രങ്ങളിലും വന്ന റിപ്പോർട്ടാണ്. നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷേ ഈ ഹൈന്ദവനാണ് എന്നുള്ള ഒരു ഒറ്റ കാരണത്താൽ ഹൈന്ദവരെ മുഴുവൻ കൊല്ലുക, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ മുഴുവൻ കൊല്ലുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അവരെ പിടിച്ചത് ജയിലിലിടേണ്ടതാണ്, ശിക്ഷിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.